എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. നമ്മളെല്ലാവരും ഈ ജനുവരി 2 കോടീശ്വരി ആവാനുള്ള മാർച്ച് തുടങ്ങുന്നോട്ട് ഇന്നത്തെ ഈ ബ്യൂട്ടിഫുൾ രാവിലത്തെ വണ്ടർഫുൾ സെക്ഷൻ എല്ലാവരും കേട്ടു. അതിൻ്റെ നിങ്ങളെല്ലാം ബിസിനസ്സിനെ പറ്റി കേട്ടു. അതിൻ്റെ 4 തൂൺ, 4 പില്ലേഴ്സ്, 4 പ്രോഡക്ട്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ചന്ദ്രനത്തെ ഇഷ്ടമുള്ള കാരണമാണ് എന്നെ ഈ പ്രോഡക്റ്റ് ഐപ്പൾസ് എന്നെ കൊണ്ടുവന്നത്. ഇവിടെ ഒത്തിരി പേർ അസുഖമായിട്ട് ഞാനൊരു ഡോക്ടറായിട്ട് ഒരു ഇല്ലസ് ആയിട്ട് എന്നെ രക്ഷപ്പെടുത്തിയത് ഐപ്പൾസാണ്. ആ കഥ ഞാൻ പിന്നെ പറയാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവർക്കും ബോഡിയുണ്ട്, ബോഡിനകത്ത് സെൽസ് ഉണ്ട്. നമ്മളൊരു നല്ല ന്യൂട്രീറ്റീവ് ഫുഡ് ബാലൻസ് ആയിട്ട് നമുക്ക് അസുഖം വരില്ല. പക്ഷേ ഇന്നത്തെ കാലം എല്ലാവരും ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ലാക്ക് ഓഫ് എക്സസൈസ് ഒക്കെ ആയിട്ട് ഒത്തിരി എല്ലാ ഡിഗ്രികളും ലൈക്ക് ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, ഒബേസിറ്റി എല്ലാവർക്കും അസുഖങ്ങളുണ്ട്. കാരണം പണ്ടത്തെ അമ്മമാർ പറഞ്ഞ് കേൾക്കാതെ എല്ലാവരും ഫാസ്റ്റ് ഫുഡിൽ പോയി വർക്ക്ലെസ് ആയതെല്ലാം ഈ പ്രോബ്ലമാണ് ഇന്ന് ഇരിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇൻഡസ്ട്രി ഫോർ ഹെൽത്ത് സയൻസ് ബ്യൂട്ടിഫുൾ പ്രോഡക്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇൽനെസ്സിനെ കയറ്റി നമുക്ക് വെൽനെസ്സിലോട്ട് കയറ്റി നമുക്ക് വെൽത്തി ആക്കുന്ന പ്രോഡക്ട്സിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും പൾസേറ്റിംഗ് പ്രോഡക്റ്റ് ഇന്ത്യ മുഴുവനും വേൾഡിനകത്ത് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഐപ്പൾസ് ആയുർവേദ. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഐപ്പൾസ്, ദ പൾസേറ്റിംഗ് പ്രോഡക്റ്റ്. സോ ഇന്ന് എല്ലാവർക്കും അറിയാം ഐപ്പൾസ് ഇസ് നത്തിങ് ബട്ട് ഇമ്മ്യൂൺ ബൂസ്റ്റർ. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും സെല്ലിനകത്ത് ഒത്തിരി പ്രോബ്ലം, ഇറ്റ്സ് എൻ ആൻറ്റി ഓക്സിഡൻറ്റ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഐപ്പൾസ് ഇസ് നത്തിങ്, ഒരു 15 ഫ്രൂട്ട്, ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. ഈ ജ്യൂസ് നല്ല ഓർഗാനിക്, കാരണം നമ്മൾ ഓർഗാനിക് കൾട്ടിവേറ്റഡ് ജ്യൂസാണ്. ഇതിനകത്ത് മെയിൻ ഫ്രൂട്ട് അസൈബെറിയാണ്. ഈ അസൈബെറിയാണ് നമുക്ക് ഇത്രയും ഇമ്മ്യൂൺ ബൂസ്റ്റിൻ്റെ ഒരു കാരണം. കാരണം ബേസിക്കലി ഞാൻ നിങ്ങൾക്ക് പറയാം, നമ്മുടെ ബോഡിയിൽ സെൽസ് ഉണ്ട്. ഈ സെല്ല് ഡെയിലി അതിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കും. അപ്പോൾ സെല്ലിനകത്ത് ഇത് നടക്കുന്ന സമയത്ത് സെല്ല് ഡാമേജ് ആവും. ഈ ഡാമേജ് ആവുന്ന സമയത്ത് ഇതിനെ റിപ്പയർ ചെയ്യാനായിട്ടാണ് നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് വേണം. സോ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഐപ്പൾസ് ഇസ് നത്തിങ് ബട്ട് ഇമ്മ്യൂൺ ബൂസ്റ്റർ ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫ്രൂട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനകത്ത് സെല്ലിൻ്റെ ഒരു ആക്ടിവിറ്റി, നമ്മുടെ സെൽ ബേസിക്കലി നമുക്ക് എനർജി വേണം. എനർജി ഉണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോകാൻ ഈ എനർജി വേണം. ഈ സെല്ലിൻ്റെ ഇങ്ങനെ ആക്ടിവേഷൻ ആണപ്പം ഔട്ടർ സെല്ലിൻ്റെ ഡാമേജ് ആയിട്ട് ഈ ഇലക്ട്രോൺസിനെ കുറച്ച് ഷിഫ്റ്റിംഗ് ഉണ്ടാകും. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ കറക്റ്റ് ചെയ്യാനാണ് നമുക്ക് വേരിയസ് ആക്റ്റീവ് ഓക്സിജൻസ് വേണം. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഓരോ സെൽ ഡാമേജ് ആകുമ്പോൾ മെയിൻലി നമ്മൾ DNA പറഞ്ഞ് അതിനെ ഡാമേജ് ചെയ്യും. അങ്ങനെ നമുക്ക് ക്യാൻസേഴ്സ് വരണേ. പിന്നെ ഓരോ സെൽ ഡാമേജ് ചെയ്യുമ്പോൾ നമ്മൾ കൊളസ്ട്രോൾ കയറി ഓരോ കാർഡിയോവാസ്കുലർ ബ്ലഡ് വെസൽസിനെ ഡാമേജ് ചെയ്യും. അങ്ങനെ പല അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കാരണം ഇതാണ്. പണ്ടത്തെ ഫുഡൊക്കെ നല്ല ബാലൻസ് ഫുഡായിരുന്നു. നമുക്ക് നല്ല ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കഴിക്കുന്ന പല ആൾക്കാർ ഒത്തിരി പഴകഞ്ഞി പറഞ്ഞാൽ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കുന്നപ്പോൾ അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ രീതികൾ മാറി, സമയത്ത് ഫുഡ് കഴിക്കില്ല. ഇതെല്ലാം കാരണത്തിൽ നമുക്ക് ഒത്തിരി പ്രോബ്ലങ്ങൾ വരാൻ തുടങ്ങി. സോ ഈ പ്രോബ്ലം ക്ലിയർ ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ പല പ്രാവശ്യം നമ്മൾ ഡോക്ടേഴ്സ് വന്നാൽ, നമ്മൾ പേഷ്യൻസ് വന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു മരുന്നാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. ആൻറ്റി ഓക്സിഡൻസ് എന്താണെന്ന് വെച്ചാൽ ട്രേസ് എലിമെൻറ്റ്സാണ്, ചെറിയ എലിമെൻറ്റ്സാണ്. ഈ എലിമെൻറ്റ്സ് നമ്മുടെ ചെറിയ ഫങ്ഷൻസിന് നമ്മൾ സെല്ലിനെ റെക്ടിഫൈ ചെയ്യണം. ഇത് നമ്മൾ ഡെയിലി ഡയറ്റിലും വരും, നമ്മൾ ബോഡിക്കകത്ത് ഉണ്ടാക്കും. പക്ഷെ ഇന്ന് നമുക്ക് ഇത് ഒരു ജ്യൂസിനകത്ത് കിട്ടുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്. സോ ഞാൻ പറയാൻ പോണത് നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സ്ലൈഡ് കോപ്പിയാണ് മേഡം. അല്ല അത്രയേ ഉള്ളൂ, വേറെ ഡീറ്റെയിൽസ് അങ്ങ് വേണ്ട, ഞാൻ പറഞ്ഞോളാം. സോ നമ്മുടെ ഐപ്പൾസിനകത്ത് മെയിൻ പ്രോഡക്റ്റ് അതൊരു ഹോളിസ്റ്റിക് പ്രോഡക്റ്റാണ്. അത് റിസർച്ച് ചെയ്ത് കണ്ട പ്രോഡക്റ്റ്. നമ്മുടെ ഹെഡ്, തല തൊട്ട് ടോ വരെ ആ പ്രോഡക്റ്റ് ആക്ഷൻ. ഒന്ന് നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടും. സെക്കൻഡ് നമുക്ക് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഹാർട്ടിനെ പ്രൊട്ടക്ട്, നമ്മുടെ വെയിൻസിനെ പ്രൊട്ടക്ട്. ഇപ്പം ഞാൻ തലയ്ക്കകത്ത് ഒത്തിരി ആൾക്കാർ പാർക്കിൻസൺ കേസസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഈ ഐപ്പൾസ് കൊടുക്കുന്നപ്പോൾ ഈ അസുഖമാണ്. കാരണം ആ ബ്രെയിനിൻ്റെ ബാരിയറിന് ഈ ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് സെല്ലിനെ കറക്റ്റ് ചെയ്യണപ്പോൾ ഈ വരയിലൊക്കെ മാറും. കാരണം ഡോപ്പമിൻ്റെ കുറവായിട്ടൊക്കെ പാർക്കിൻസണിസം വരണം. അപ്പോൾ ഇത് പോയി അത് കറക്റ്റ് ചെയ്യണപ്പം
നമ്മൾ ഈ പാർക്കിൻസൺസ് പേഷ്യൻ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഈ വരയിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ വാരിക്കോസ് പേഷ്യൻ്റ് വരും. വാരിക്കോസ് പേഷ്യൻ്റ് കുറച്ച് ദിവസം ഐപ്പൽസ് കൊടുക്കണപ്പോൾ അവരുടെ കാലൊക്കെ ക്ലിയറായി വരാൻ കാരണം നമ്മൾ ഈ വെയിറ്റ്സിനകത്ത് ചെറിയ വാൽസ് ഉണ്ട്. ഈ വാൽസിൻ്റെ പേറ്റൻസി കുറഞ്ഞിട്ടാണ് നമുക്ക് വാരിക്കോസ് വന്നത്. നമ്മൾ ഐപ്പൽസ് അത് കൊടുക്കുമ്പോൾ ഈ വാൽസിനെ കറക്റ്റ് ചെയ്യണം, നമുക്ക് വാരിക്കോസ് ക്ലിയർ ആവുന്നത്. അടുത്തത് നമ്മൾ ഹാർട്ട് പ്രൊട്ടക്ഷൻ. കാരണം ഹാർട്ടിൽ നമുക്ക് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് വേണം. നമ്മുടെ ബോഡിയിൽ ഒത്തിരി വേസ്റ്റ് കയറി ആണെങ്കിലൊപ്പം ഈ സെല്ല് വർക്കില്ല. അപ്പോൾ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. കൊളസ്ട്രോൾ പറഞ്ഞ സാധ്യത കംപ്ലീറ്റ്ലി കുറയ്ക്കുന്നത് നമ്മൾ ഐപ്പൽസാണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഇഷ്ടമുള്ള ഈ ഓയിലി ഫുഡ് കഴിക്കുമ്പോൾ ഒത്തിരി കൊളസ്ട്രോൾസ് കയറി ഡെപ്പോസിറ്റ് ബിക്കോസ് ഓഫ് ദി സെൽ ഡാമേജ്. അപ്പോൾ ഈ നമ്മൾ ഈ ഐപ്പൽസ് ജ്യൂസ് അതിപ്പോൾ ആ സെല്ലിനെ റിപ്പയർ ചെയ്ത് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഐപ്പൽസ് ഹെഡ് ടു ടോ, തല ടു ടോ ചില വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് നമുക്ക് ജസ്റ്റ് വെൽനെസ് പ്രോഡക്റ്റാണ്. ആദ്യം നമ്മുടെ ഏതൊക്കെ മരുന്ന് കഴിക്കുന്നത് കൂടെ കഴിക്കണം. പക്ഷേ ഇതിന് ചില രീതികളുണ്ട്. ഓരോ അസുഖത്തിൽ ഏത് രീതി കഴിക്കുന്നത് ഞാൻ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പോൾ സാധാരണ നമുക്കൊരു ഇമ്യൂൺ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ രാവിലെ വരെ ഫുഡ് കഴിക്കണം. പക്ഷേ സോറിയാസിസിൽ പിന്നെ നമ്മളെ വെള്ളപ്പാണ് ഇത് പിന്നെ ബ്ലഡ് സെൽസ് കൂട്ടാനുള്ള കപ്പാസിറ്റി ഐപ്പൽസിനുണ്ട്. ഇപ്പോൾ ബ്ലഡ് കുറഞ്ഞവർക്കൊക്കെ ഫുഡ് കഴിച്ചിട്ട് അരമണിക്കൂർ ശേഷം ഇത് കൊടുക്കാവും. അല്ലാത്ത കണ്ടീഷൻസിലൊക്കെ എംപ്റ്റി സ്റ്റമക്കിൽ കൊടുത്തില്ല അത് റിസൾട്ട് വരണം. ഇതിലൂടെ അസോണിസ്റ്റ് കോമ്പിനേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഐപ്പൽസ് മെയിൻ തിങ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഈ ഉണ്ടായ ടോക്സിൻസ് ബോഡിക്കകത്ത് ഓരോ സെൽ ടോക്സിൻസ് നമ്മൾ കഴിച്ച ഫുഡ് ഉണ്ടാക്കിയ ടോക്സിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഹെഡ് ടു ടോ അത് നമുക്ക് നമ്മളെല്ലാ സെല്ലിനെ റിപ്പയർ ചെയ്ത് ഈ നമ്മളൊരു ആപ്പിൾ കട്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം അത് ബ്രൗൺ ആണ്. എന്താണത്? ഓക്സിഡേഷനാണ്. സിമ്പിളി നമ്മൾ എന്തെങ്കിലും ഒരു തുരുമ്പ് പാത്രം എടുത്ത് കുറച്ച് വോയിസ് വെച്ച് അത് തുരുമ്പ് പിടിക്കും. ഇതുപോലെയാണ് നമ്മുടെ ബോഡിക്കകത്ത് സെല്ല്, അത് കറക്റ്റായിട്ട് തുരുമ്പ് പിടിക്കും. സോ ഈ തുരുമ്പ് മാറ്റാനായിട്ട് ആണ് നമ്മളെ ഈ ഐപ്പൽസ് റിച്ച് ഈ ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കുന്നത്. ഇതിനെ കറക്റ്റ് ചെയ്ത് ആ സെല്ലിനെ റിപ്പയർ ആകുമ്പോൾ പെർഫെക്റ്റ്ലി സെൽ ക്ലിയർ ആവും ചെയ്യും. പതുക്കെ നമുക്ക് ഇരിക്കുന്ന ഓരോ അസുഖം ക്ലിയർ. സോ പ്യുവർലി നമ്മൾ ഐപ്പൽസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് എടുത്തിട്ട് നമ്മളെ സെല്ലിനെ റിപ്പയർ ചെയ്ത് ഹാർട്ടിനും വെസൽസിനൊക്കെ സെല്ലിനെ റിപ്പയർ ചെയ്ത് നമ്മളിരിക്കുന്ന BP കുറയ്ക്കും, നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കും. ആൻഡ് നമുക്ക് ഇരിക്കുന്ന പല അസുഖങ്ങൾ ലൈക്ക് ഇപ്പം ഒരു ഗർഭപാത്രം ഒരു PCD ആൾക്കാർക്ക് ഇത് കൊടുത്തപ്പോൾ ക്ലിയറൻസ് ആകുന്നു. കാരണം അവർ ഓവറീസിൽ ഇരിക്കുന്ന ഇത് ക്ലിയർ ചെയ്യും. ആ സെൽസിൻ്റെ ഡാമേജ് കാരണം അതിൻ്റെ ഹാർമോൺസിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. സോ ഈ ഹാർമോൺസിനെ കറക്റ്റ് ചെയ്യണപ്പോൾ അത് ക്ലിയർ. അടുത്ത ഐപ്പൽസ് നല്ല റിസൾട്ട് തന്നത് തൈറോയിഡിലാണ്. പേഴ്സണലി ഞാൻ ഹൈപ്പർ തൈറോയിഡിസം വരുന്ന കഴിക്കുന്നെങ്കിലും ഇത് കഴിച്ച് ഇന്ന് 3-4 ടൈംസ് ഞാൻ ടെസ്റ്റ് ചെയ്ത് എനിക്ക് നോർമലാണ്. അതോടെ എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങി. കാരണം തൈറോയിഡിൽ പോയിട്ട് ഡാമേജ് ആയ സെൽസ് ഇത് റിപ്പയർ ചെയ്യും. ഈ റിപ്പയർ ചെയ്യുമ്പോൾ പതുക്കെ ആ സെൽസ് നോർമൽ ആക്ടിവിറ്റീസ് ഉണ്ടാക്കി ആ സെല്ലിൻ്റെ എല്ലാ നോർമൽ ഹാർമോൺസ് റിലീസ് ആവും. അപ്പോൾ അത് കറക്റ്റ്. ഇതാണ് ഐപ്പൽസ്. ഇത് മരുന്നല്ല, ഇത് വെൽനെസ് പ്രോഡക്റ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നത് ഇതെല്ലാം ഹെൽത്തി പ്രോഡക്റ്റാണ്. നമ്മുടെ ബോഡി ഹെൽത്തി രീതിയിൽ മരുന്നല്ല ക്ലിയർ ചെയ്ത് സിസ്റ്റം ചെയ്ത് ഓരോ സിസ്റ്റം ഇത് മൈഗ്രെയിൻ കൊടുത്താൽ തല മൈഗ്രെയിൻ കുറയാറുണ്ട്. കാരണം അത് തലയ്ക്കകത്ത് പോയിട്ട് ആ ടെൻഷൻസിനാണ് സെല്ലിനെ റിപ്പയർ ഏത് ഡാമേജ് സെല്ലൊക്കെ ആ സെല്ലിന് പോയി ഈ ഐപ്പൽസ് റിപ്പയർ ചെയ്യും. മെയിൻ ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ പറയട്ടെ ഒരു കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ പണ്ട് എല്ലാവരും പാൽ പിഴിഞ്ഞിറങ്ങി. പക്ഷെ ഇന്നത്തെ ഡോക്ടേഴ്സ് പറയും ആദ്യത്തെ പാല് കുടിപ്പിക്കാൻ പറയും. എന്ത്? അതിനകത്ത് ഇമ്യൂണോഗ്ലോബിൻസ് ഉണ്ട്. ഈ ഇമ്യൂണോഗ്ലോബിൻസ് നമുക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ തരുന്ന ഇമ്യൂണോഗ്ലോബിൻ. അതുപോലെ ഐപ്പൽസ് എന്ത് ചെയ്യണം? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത് പോയിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നപ്പോൾ നമുക്ക് എന്ത് അസുഖങ്ങൾ വന്നാൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ബോഡി സ്ട്രോങ്. ഒരു ബാക്ടീരിയ കയറിയിട്ട് വൈറസ് കയറിയിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി കൂടുതലാണെങ്കിൽ ആ സെല്ലിന് അതിന് ഡാമേജ് ചെയ്യും. ഇപ്പം നമ്മുടെ WBC വൈറ്റ് ബ്ലഡ് ഓഫീസേഴ്സ് എന്ത് ചെയ്യും? എന്ത് ബാക്ടീരിയ വൈറസാണ് അതിനെ അറ്റാക്ക് ചെയ്യും. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടുക. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ WBC കൗണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരാണ് കൂടുതൽ അസുഖത്തിന് പോകുന്നത്. പക്ഷെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഈ സിസ്റ്റത്തിൽ ബോൺ മാരോയിൽ പോയിട്ട് അവിടെയാണ് നമ്മൾ RBC WBC പ്ലേറ്റ്ലെറ്റ്സ് അവിടെ പോയി ആ സിസ്റ്റത്തിനെ ക്ലിയർ ചെയ്ത് ഇതിനൊക്കെ നോർമൽ രീതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതാണ് മെയിൻ ഞാൻ പറഞ്ഞ സയൻറ്റിഫിക്കലി രീതിയുള്ളത് ഈ ഐപ്പൽസ്. സോ ഐപ്പൽസ് നിങ്ങൾ ഏത് കാര്യത്തിൽ കൊടുത്തില്ലെങ്കിൽ മെയിൻലി എന്താ ചെയ്യുന്നത്? എവിടെയാണ് സെൽ
ഡാമേജ് ഇട്ടിട്ട് ആ സെല്ലിനെ റെക്ടിഫൈ ചെയ്തിട്ട് പതുക്കെ നിങ്ങളുടെ അസുഖം. സോ ആദ്യം കഴിക്കുന്നപ്പോൾ നിങ്ങൾ കൂടുതൽ കഴിക്കുന്ന മരുന്ന് കഴിക്കണം. കണ്ടിന്യൂസ്ലി ആയിട്ട് കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് എന്തെങ്കിലും കഴിക്കുന്ന വിധം തെറ്റാണോ വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ അത്ര ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റാണ് ഐപ്ലസ്. ഒത്തിരി പേർക്ക് ഒത്തിരി റിസൾട്ട്സ് തന്നിട്ടുണ്ട്. ഞാൻ ഒരു സോറിയാസിസ് പേഷ്യന് കൊടുത്ത് കംപ്ലീറ്റ് ഹീലായിട്ടുണ്ട്. ഞാൻ ഒരു ബേൺ കേസിന് കൊടുത്ത് അത് കൂടുതൽ ഹീലായിട്ടുണ്ട്. പിന്നെ വാരിക്കോസിന് കൊടുത്ത് എനിക്ക് ഒത്തിരി റിസൾട്ട്സ് കിട്ടിയതാണ്. സോ അതാണ് ഈ ഐപ്ലസ്. ഐപ്ലസ് ഇസ് എ സൂപ്പർ ഫ്രൂട്ട്. ഇറ്റ്സ് എ മാജിക് പോട്ട്. മാജിക് പോട്ട് എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ മാജിക്കലായിട്ട് നമുക്ക് ഒത്തിരി ഒരു എനർജി കിട്ടും. കാരണം നമ്മുടെ വേസ്റ്റ് ഒക്കെ ബോഡിയിൽ ഒഴിഞ്ഞു പോയാൽ നമുക്ക് ഈ ഐപ്ലസ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കൊരു ആരോഗ്യം ഒരു മുൻവേഷം വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഐപ്ലസിനെ പറ്റി പറഞ്ഞ് അടുത്ത പ്രോഡക്റ്റിന് പോകുന്നത് ഐ കോഫി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ട്രിവാൻഡ്രം, കേരള, ഇന്ത്യ എല്ലാം ഡയബറ്റിക് ഹൗസാണ്. മിക്ക ആൾക്കാർ ഡയബറ്റിക് ആണ്. വൈ? ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് എക്സസൈസ് ആൻഡ് ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്. സോ ഡയബറ്റിക് നമുക്ക് ഇവിടെ ഇൻസുലിൻ ഒത്തിരി മരുന്നുകൾക്കുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. കാരണം ഈ ഡയബറ്റിക്കിനകത്ത് ഇരിക്കുന്ന സാലിസിറ്റോൾ മോളിക്യൂൾ ഒരു ബ്യൂട്ടിഫുൾ മോളിക്യൂളാണ്. കാരണം ഇത്രയും ഞങ്ങൾ ഇതിനകത്ത് മരുന്ന് കടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇൻസുലിനിൽ ആക്ട് ചെയ്ത് ഇൻസുലിൻ എന്ത് ചെയ്യും, സെല്ലിന് ഗ്ലൂക്കോസ് എടുത്ത് സെല്ലോട്ട് മാറ്റും. പക്ഷേ ഇതെന്ത് ചെയ്യും, കാർബോഹൈഡ്രേറ്റ്സ് ബ്രേക്ക് ചെയ്തതിനെ ബ്ലോക്ക് ചെയ്യും. നമുക്ക് ആവശ്യം കൊടുത്തിട്ട് ബാക്കി ബ്ലോക്ക് ചെയ്യും. സോ ഇത് ഈ മോളിക്യൂൾ വെച്ച് നമുക്ക് ഒത്തിരി റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക. വെരി ഫാസ്റ്റ് ഇത് മാർക്കറ്റിൽ നമ്മുടെ സൈഡിലും വരും. കാരണം ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്. സോ ഇത് കുടിക്കുന്ന നിങ്ങൾ രണ്ട് കണ്ടീഷൻസ് പറയാം. ചിലർക്ക് നല്ല ഡയബറ്റിക്കായിട്ട് കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ ഉച്ചയ്ക്കാണ് ചിലരെടുക്കാനുള്ളത്. നല്ല ഹൈ ഡയബറ്റിക് ആണെങ്കിൽ ഉച്ചയ്ക്കും രാത്രി എടുക്കണം. ഇനി ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ ആർക്കെങ്കിലും ഇത് കൊടുക്കാൻ സമയത്ത് HbA1c ടെസ്റ്റ് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അത് വെച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക ആൾ എത്ര ഡയബറ്റിക്. എന്നിട്ട് അത് നോക്കിയിട്ട് ബ്ലാക്ക് ഇത് ഹൈ 8ന്റെ മുകളിലാണ് ഉച്ചയ്ക്ക് രാത്രി കൊടുത്താൽ മതി. അതിൻ്റെ കുറവാണെങ്കിൽ രാവിലെ രാത്രി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വാരിക്കോസ് ഉണ്ടെങ്കിൽ ഐപ്ലസ് കോഫി കൊടുത്താൽ നിങ്ങൾക്ക് വണ്ടർഫുൾ റിസൾട്ട് ആ പേഷ്യൻ്റെ കയ്യിൽ. അത്ര നല്ല പ്രോഡക്റ്റാണ് നമ്മുടെ ഐ കോഫി. നെക്സ്റ്റ് ഐ ഗ്ലോ. ഇന്ന് ആരാണ് സൗന്ദര്യം? വി ഓൾ ആർ ക്രേസി ആഫ്റ്റർ ബ്യൂട്ടി. എല്ലാവരും ബ്യൂട്ടി പാർലർ പോയിട്ട് ഐ തിങ്ക് 3000-4000 വരെ ചിലവാക്കും. സ്കിൻ ലിഫ്റ്റിംഗ് എല്ലാത്തിനും ചിലവ്. പക്ഷേ ഈ വണ്ടർഫുൾ പ്രോഡക്റ്റ് ഐ ഗ്ലോ നിങ്ങളെ ഗ്ലോ ചെയ്യും. നിങ്ങൾ കറക്റ്റായിട്ട് ഇത് 2 നേരം കഴിച്ചാൽ നമ്മുടെ ഉള്ളിൽ പോയി നമ്മുടെ സ്കിന്നിൻ്റെ ലേയേഴ്സ് ഓരോ ലെയർ അതിന് ക്ലിയർ ചെയ്ത് ഫേസിൽ റേഡിയേഷൻ വരും, പിഗ്മെൻറ്റേഷൻ പോകും, വയസ്സായാലും റിങ്കിൾസ് മാറും, ബാഗ്സ് മാറും. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ്സ് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്. കാരണം പണ്ടൊക്കെ ഇത് സ്റ്റേറ്റ്സിലേക്ക് കിട്ടുള്ളൂ. ഇന്ന് നമ്മുടെ കമ്പനി ആദ്യമായിട്ട് ഒരു കുടിച്ചോണ്ട് നമുക്ക് ബ്യൂട്ടി കൊണ്ടുവരുന്ന പ്രോഡക്റ്റാണ് ഐ ഗ്ലോ. നമുക്ക് ഒരു സൈഡ് എഫക്ട്സ് അല്ല. ഇതിൻ്റെ മെയിൻ ആക്ഷനാണ് നമ്മുടെ ലിവർ പോയി ക്ലീൻ ചെയ്യുന്നത്. കാരണം ലിവർ എപ്പോഴും ടോക്സിക് ആണ്. ഇത് ടോക്സിക് ആണ്, നമുക്ക് ഒത്തിരി പിഗ്മെൻറ്റേഷൻ ഒത്തിരി അസുഖം വരുന്നത് നമ്മുടെ ലിവറിനടുത്താണ്. സോ ലിവർ എപ്പോഴും ക്ലെൻസ് ചെയ്യണം. പണ്ട് ഒത്തിരി ആയുർവേദ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയാം ഐ ഗ്ലോ ലിവർ ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിന് താഴെ ഓരോ ബ്യൂട്ടി ഓരോ ലെയർ വൈസ് നമുക്ക് ഗ്ലോ ചെയ്യും. ഒത്തിരി പേര് നല്ല റേഡിയൻറ്റ് ഗ്ലോ ആയിട്ട് ഈ ഐ ഗ്ലോ വെച്ച പ്രോഡക്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് രാവിലെയും രാത്രി ആഫ്റ്റർ 50 മിനിറ്റ്സ് കഴിച്ചാൽ മതി. കറക്റ്റ് 3 months കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇത് ഒബേസിറ്റി. ഈ പ്രോഡക്റ്റ് എനിക്ക് കുറച്ച് ഗുണം ചെയ്തതാണ്. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഈ സ്റ്റെപ്പ് കയറാൻ ഒക്കില്ലായിരുന്നു. 100 kg 90 kg എൻ്റെ വെയിറ്റ് ആയിരുന്നു. ഇത് കഴിച്ചിട്ട് എനിക്ക് 25 kg കുറച്ച പ്രോഡക്റ്റാണ്. സോ ഞാൻ മാർക്കറ്റിൽ ഹെർബാലൈ ഒത്തിരി പ്രോഡക്റ്റ്സ് കഴിച്ചിട്ടുണ്ട്, ജിമ്മ് പോയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ട് എനിക്ക് വെയിറ്റ് കുറച്ചിട്ട് ഈ ഐസ്ലിം ആയിട്ട് ഇത്തിരി വെയിറ്റ് കുറച്ച് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ സംസാരിക്കും. ഇത് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റാണ്. ഇത് പനിക്കുട്ടിൽ നമ്മൾ ഏകനായകയൊക്കെ ചേർന്ന പ്രോഡക്റ്റാണ്. ഇതിനകത്ത് നമ്മുടെ ബോഡിക്ക് ഒരു ദിവസം ഒരു നേരം 1200 കാലറീസ് മതി. ആ 1200 കാലറീസ് ഈ ഐസ്ലിമിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാ ന്യൂട്രീഷൻ ആവശ്യമുള്ള ഒരു സാധനം. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ കൂടെ ചെറിയ ചൂടുവെള്ളം 15 minutes വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസം ഒരു 3 kg to 3 to 4 kg നിങ്ങൾക്ക് ഈസിലി കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് 20 minutes എടുത്ത് കഴിക്കണം, ചവച്ച് കഴിക്കണം. നാല് ആ ഫൈബർ, ഇതിനകത്ത് ഒത്തിരി ഫൈബറാണ്. ഈ ഫൈബർ നമുക്ക് പണ്ടൊക്കെ ഇഷ്ടംപോലെ തവിട് നമ്മൾ കഴിക്കുകയാണ്. അവരിലൊക്കെ തവിടിട്ട് അമ്മമാർ തന്നിട്ടുണ്ട്. കാരണം തവിട് നമ്മുടെ ബോഡിക്ക് ഒത്തിരി നല്ലതാണ്. ഒന്ന് ഫൈബർ, ഒന്ന് ഒത്തിരി വിറ്റാമിൻസ് ഉണ്ട്. സ്പെഷ്യലി യങ് ഗേൾസിന് ഇത് കൊടുക്കണമെന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് തവിട് ഇരിക്കുന്നപ്പോൾ ആ വിറ്റമിൻസും കിട്ടും, ആ ഫൈബറും കിട്ടും. കാരണം ഫൈബറിൻ്റെ മെയിൻ ബിസിനസ് എന്താണ്? നമ്മളെ ബോഡിയിൽ അത്രയും ടോക്സിൻസിനെ എടുത്ത് വെളിയിൽ കളയും. അപ്പം നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി ക്ലിയർ ആവും. സോ അത്ര ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റാണ് ഇത്. കറക്റ്റായിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് മാനേജ് ആവും. പക്ഷെ ഈ ഇൻഡസ്ട്രി എന്ന കമ്പനി വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യും, വെയിറ്റ് കൂട്ടുകയും ചെയ്യും. നമുക്കിപ്പോൾ ഒരു 150 centimeter ആണെങ്കിൽ നമ്മുടെ ബോഡിക്ക് 50 kg മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് കഴിച്ചിട്ടിരുന്നാൽ നമുക്ക് അത്ര 3 to 4 വിത്ത് എക്സസൈസ് കൂടുതലുകൾക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്തത് ഇപ്പോൾ കനം കുറഞ്ഞ ആളുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് 15 minutes കഴിഞ്ഞ് നിങ്ങളിത് കൊടുത്താൽ തീർച്ചയായിട്ടും ആൾ 2 to 3 kg വെയിറ്റ് കൂടും. അത്ര നല്ല പ്രോഡക്റ്റാണ് ഐസ്ലിം. സോ ഐസ്ലിം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റ്, സ്പെഷ്യലി കൊളസ്ട്രോൾ ഉള്ളവർ, ഡയബറ്റിക് ഉള്ളവർ, കുറച്ച് വണ്ണമുള്ളവർ ഇതും കൂടെ ചേർത്ത് കഴിച്ചാൽ നിങ്ങളുടെ റിസൾട്ട്സ് വണ്ടർഫുള്ളാണ്. അതാണ് ഈ 4 ബ്യൂട്ടിഫുൾ പ്രോഡക്ട്സ്. ഈ 4 പ്രോഡക്ട്സ് ഒന്നിനൊന്നും മെച്ചം പ്രോഡക്ട്സാണ്. ഇത് 4 നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്കിത് റിസൾട്ട് തരുന്ന പ്രോഡക്ട്സാണ്. കാരണം ഇത് എല്ലാ പ്രോഡക്ട്സ് ക്ലിനിക്കലി വാലിഡേറ്റഡ് ആണ്. റിസർച്ച് ചെയ്ത് 10 മെഡിക്കൽ കോളേജിൽ കുറേ പേഷ്യൻസ് കൊടുത്ത് ട്രൈ ചെയ്തതാണ്. പേഴ്സണലി ഞാൻ ട്രൈ ചെയ്തതാണ്. ഞാനിപ്പോൾ എൻ്റെ ചെറിയ കഥ പറയാം. റോപ്പിയിൽ എനിക്കൊട്ടും വയ്യാതെ കിടപ്പായിരുന്നു, നടക്കാൻ വേണ്ട അവസ്ഥയാണ്. എൻ്റെ കൺസൾട്ടിങ് റൂമിൽ സജി സാർ, ഗോവിന്ദ് സാർ, ശ്രീകല ആണ് ഇവർ 4 പേര് വന്ന്. എനിക്കന്ന് ഭയങ്കര പെയിനായിരുന്നു, എനിക്ക് നടക്കാൻ വേണ്ട അവസ്ഥയിൽ വന്ന് ഇന്നൊരു സാധനം കൊണ്ട് കഴിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കേട്ടു, ശരി തന്നു, ഞാൻ ഒന്നും നോക്കില്ല, തന്നു. ഞാനത് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിലേക്ക് എണ്ണം മുട്ടുവരുന്ന കുറയ്ക്കും. ഞാൻ അതെടുത്ത് എടുത്തങ്ങ് കുടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെയിൻ പറഞ്ഞു. കാരണം എനിക്ക് സർജറി അഡ്വൈസ് ചെയ്തു. ഒട്ടും നടക്കാൻ വയ്യാലും മുട്ട് നടക്കാൻ വയ്യ, ഇങ്ങനെ അത്ര കിടപ്പായിരുന്നു. കുടിച്ചപ്പോൾ പെയിൻ കുറഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നീര് വന്നു. 1 മാസത്തിന് എൻ്റെ ഈ മുട്ട് ഇന്ന് ഫുൾ എനിക്കിങ്ങനെ മടക്കാൻ പറ്റും. എനിക്കിങ്ങനെ മടക്കാനും പറ്റില്ല, താഴെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര വണ്ടർഫുൾ പ്രോഡക്റ്റാണ് ഐപ്ലസ്. ഐപ്ലസ് നിങ്ങൾ കറക്റ്റായിട്ട് കഴിച്ചാൽ മുട്ട്, ഞാൻ പറഞ്ഞ ഓസ്റ്റിയോപൊറോട്ടിക്കോ ഏതെങ്കിലും ജോയിൻറ്റിൻ്റെ പെയിനുള്ളവർക്ക് ഇത് കുറയ്ക്കും. കാരണം നമ്മുടെ ജോയിൻസിനിടയിൽ കുറച്ച് കാർട്ടിലേജ് ഉണ്ട്. നമ്മൾ കുറച്ചങ്ങോട്ട് ഏജ് ആണപ്പം അത് ഇത് പോയി അതിന് സോഫ്റ്റ്. നമ്മൾ ഒത്തിരി മാർക്കറ്റിൽ വേറെ മെഡിസിൻ ഗ്ലൂക്കോസ് അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. ഇത് പോയി സോഫ്റ്റ് ആക്കി അതിന് കുഷനൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുട്ടുവേദന കുറയും. ഒത്തിരി പേഷ്യൻസിനെ കൊടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നതാണ്. വണ്ടർഫുൾ പ്രോഡക്റ്റ്. ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയാം. ഈ പ്രോഡക്റ്റ് എല്ലാവരും ട്രൈ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഈ 4 pillars